ഭാഗ്യത്തേരേറി 9 നക്ഷത്രക്കാർ. നേട്ടങ്ങൾ ഇവർക്കൊപ്പം. സമ്പൂർണ്ണ മാർച്ച് ഫലം ഒന്ന് നോക്കാം. മാർച്ച് 1 മുതൽ 31 വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ കൂടെ ജാതകത്താൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തുകയും വേണം. അശ്വതി, പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും സഹിക്കേണ്ടതായി വരും. സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുണ്ട്. നന്നായി ജപം ചെയ്യുക. യുക്തമായ തീരുമാനം സ്വീകരിക്കാൻ അനുഭവജ്ഞരുടെ നിർദ്ദേശം നേടുക. ഭരണി, എന്ത് കാര്യത്തിനും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുമെങ്കിലും ഒടുവിൽ ദൈവാധീനത്താൽ എല്ലാം ശരിയാകുന്നതാണ്. എല്ലാം തുറന്നു പറയുന്നതിലൂടെ മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാകും. അനിയന്ത്രിതമായ ക്ഷോഭ്യം പല വിപത്തുകൾക്കും വഴിയൊരുക്കും. മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കുക. കാർത്തിക, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. ധനാഗമം വർദ്ധിക്കുന്നതോടൊപ്പം ചെലവുകളും കൂടുതലുണ്ടാകും. ബാധ്യതകൾ തീർക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതുമാണ്. രോഹിണി, പുതിയ ഗ്രഹം, ഗ്രഹോപകരണങ്ങൾ എന്നിവയുടെ ലഭ്യത തുടങ്ങി സന്തോഷം തരുന്ന അവസരങ്ങൾ ഉണ്ടാകും. അധികാരികളുടെ പ്രീതി നേടും. അതിഥി സൽക്കാരത്തിനും ആധ്യാത്മിക കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവസരം ലഭിക്കുന്നതാണ്. മകയിരം, കരാറുകാർക്ക് കിട്ടാനുള്ള പണലഭ്യത കാണുന്നു. ഭൂമി വാങ്ങുകയോ കരാറായി ഏറ്റെടുക്കുകയോ ചെയ്യാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. തിരുവാതിര, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് ഫലപ്രാപ്തി ഉണ്ടാക്കും. സാമ്പത്തിക ഭദ്രതയും കുടുംബ അഭിവൃദ്ധിയും കാണുന്നു. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസംഗമം സാധ്യമാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ, ആഭരണങ്ങളും തിരികെ ലഭിക്കുകയും ചെയ്യും. പുണർദം, അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ലളിതമായ ജീവിതശൈലി അവലംബിക്കുന്നത് വഴി മനസമാധാനം ഉണ്ടാകും. വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടു കൂടി ആവണം. അന്യ വ്യക്തികളോട് ആഗ്രഹങ്ങൾ തോന്നുകയും തൽഫലമായി അപകീർത്തി ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പൂയം, വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, ശ്രദ്ധക്കുറവ്, അലസത, അനുസരണയില്ലായ്മ തുടങ്ങിയവ വർദ്ധിക്കും. അശ്രാന്ത പരിശ്രമത്താൽ പ്രവർത്തന മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. ആയില്യം, അല്പം ശാരീരിക അസ്വസ്ഥതകളും മടി പോലുള്ള അവസ്ഥകളും ഉണ്ടാകും. ഉന്മേഷക്കുറവും അലസതയും കൊണ്ട് പല കാര്യങ്ങൾക്കും മുടക്കം വരും. ശരീരത്തിൽ മുറിവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായോ പരിസരവാസികളുമായോ കലഹം വരാതെ നോക്കുക. മകം, ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആചാരപരമായ പ്രാർത്ഥനകൾ നന്നായി നടത്തുക. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. യാത്രകൾ വളരെ കരുതലോടെ തന്നെ പോകണം. പൂരം നക്ഷത്രം, മുൻകോപവും ക്ഷമയില്ലായ്മയും കൊണ്ട് ധാരാളം വൈഷമ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. സർക്കാർ ജീവനക്കാർ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കുക. വിചാരിക്കാത്ത ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും. ശത്രുക്കളെ കരുതിയിരിക്കുക. ഉത്തരം, ക്ഷേത്ര ദർശനവും തീർത്ഥയാത്രകളും കൊണ്ട് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുക. പിതൃസ്ഥാന രീതിയിൽ നിന്നും ഉപദേശങ്ങളും സഹായങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. വിഷഭീതി ഉണ്ടാവാതെ സൂക്ഷിക്കുക. ദൈവാധീനം കൊണ്ട് പല പ്രതിസന്ധികളെയും തരണം ചെയ്യും. അത്തം, കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ ഇടയുണ്ട്. വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടാൻ ഉപയോഗിക്കും. ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം. പൊതുചടങ്ങിൽ നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെടും. ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചാരണങ്ങൾ നിഷ്പ്രയോജനമാക്കും. ചിത്തിര, ചില എതിർപ്പുകൾ നേരിടേണ്ടി വരുമെങ്കിലും മാനസികമായ ശക്തി കൊണ്ട് എല്ലാം ഇല്ലാതാകും. ഉന്നതമായ ചിന്തയും ബുദ്ധിയും എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കും. പക്വതയോടുകൂടിയുള്ള സമീപനം മൂലം കുടുംബാന്തരീക്ഷം സന്തോഷപ്രദം ആകും. വരവിൽ കവിഞ്ഞ ചെലവുണ്ടാകും. ദുഷ്പേരുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ചോതി, ആരോഗ്യ ശ്രദ്ധ വേണം. ചില ശത്രുക്കൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. സ്വത്ത് ഭാഗം വയ്ക്കുന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായേക്കാം. ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. യാത്രകൾ കരുതലോടെ വേണം ചെയ്യുവാനായിട്ട്. അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. അനാവശ്യ അഭിപ്രായ സംഘടനകൾ ഗ്രഹാന്തരീക്ഷം ദോഷമാകും. ദമ്പതികൾ കഴിയുന്നതും അനാവശ്യ പിണക്കം ഒഴിവാക്കുക. വിശാഖം, പാഴ്ചെലവുകൾ കൂടും. രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാകും. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് മൂലം പലരുടെയും അതൃപ്തിക്ക് ഇടയാക്കും. കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ നല്ല ശ്രദ്ധ വേണം. പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. അനിഴം,
നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കുന്നവരാണ് നിങ്ങൾ. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളും ഉണ്ടാകുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നോക്കുക. വാക്കുതർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവ്വം പിന്മാറുക. തൃക്കേട്ട, കൂട്ടു ബിസിനസ്സിൽ നഷ്ടത്തിനിട വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കി രമ്യതയിൽ വർത്തിക്കാൻ ശ്രമിക്കുക. മൂലം, മികച്ച തൊഴിലവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാൽ ആശയക്കുഴപ്പം വരാതെ ശ്രദ്ധിക്കുക. ദൂരദേശത്തെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നത് സുഹൃത്തുക്കൾ വഴി ആയിരിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാൻ സൂക്ഷിക്കുക. ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം കുറയും. ആരോഗ്യശ്രദ്ധ വേണം. പൂരാടം, ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തൊഴിൽപരമായ പ്രാരാബ്ദങ്ങളാൽ പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയില്ല. അപവാദങ്ങളിൽ ചെന്ന് ചാടരുത്. സത്യസന്ധമായ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും. ഉത്രാടം, പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും. ഇഷ്ടജനങ്ങൾ ശത്രു ചേരിയിലാകാൻ ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവും കാണിക്കും. ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നു. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും. ആത്മീക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുന്നു. തിരുവോണം, ഉന്മേഷക്കുറവും അലസതയും കൊണ്ട് പല കാര്യങ്ങളും മുടക്കം വരാതെ ശ്രദ്ധിക്കുക. എന്നാൽ അവസരങ്ങൾ കുറയുകയില്ല. ദീർഘയാത്രകൾ വേണ്ടിവരും. യാത്രകൾ കരുതലോടെ ആവണം. സംസാരത്തിൽ വളരെയധികം ശ്രദ്ധയും സൗമ്യതയും പാലിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാതെ ശ്രമിക്കുക. അവിട്ടം, പുതിയ കർമ്മമേഖലകൾ തേടും. ചില നിഗൂഢ ശാസ്ത്രങ്ങളിൽ മനസ്സ് വ്യാപിക്കും. അതിലേക്കായി സമയവും ധനവും ചെലവഴിക്കും. പൊതുപ്രവർത്തനങ്ങൾക്ക് പല എതിർപ്പുകളും ഉണ്ടായേക്കാം. ഇത് മനസ്സിനെ വല്ലാതെ ക്ഷീണിപ്പിക്കും. സംസാരത്തിൽ നിയന്ത്രണം ഇല്ലെങ്കിൽ നല്ല ബന്ധങ്ങളിൽ പൊളിച്ച് സംഭവിക്കും. കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം. ചതയം, മനസ്സ് ഒന്നിനും സ്ഥിരത കാണിക്കുകയില്ല. ചില ശത്രുക്കൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അയൽക്കാരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടരുത്. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. അശുഭ ചിന്തകളും ദുസ്സംശയങ്ങളും ഒഴിവാക്കുക. അലർജി, ആസ്മ, അസ്ഥിരോഗങ്ങൾ എന്നിവ ഉള്ളവർക്ക് നല്ല ശ്രദ്ധ വേണം. ശരീരത്തിനും മനസ്സിനും പൊതുവെ ക്ഷീണം അനുഭവപ്പെടുന്നതുമാണ്. പൂരുരുട്ടാതി, വിദ്യാർത്ഥികൾ അലസത വെടിയണം. നാഡി ഉദര രോഗങ്ങൾ അവഗണിക്കരുത്. വിദഗ്ധ ചികിത്സകളാൽ രോഗശമനം ഉണ്ടാകും. ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക. വീഴ്ച, ചതവ് ഇവ വരാതെ നോക്കുക. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. മക്കളുടെ സംരക്ഷണം ആവശ്യത്തിന് വഴിയൊരുക്കും. ഉത്രട്ടാതി, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതിനാൽ പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടരുത്. ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമായേക്കാം. അസുഖങ്ങളാൽ ദുശീലങ്ങൾ ഒഴിവാക്കുക. ആരോഗ്യശ്രദ്ധ വേണം. രേവതി, കുടുംബ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. മടിയും കാര്യതടസ്സങ്ങളും അനുഭവപ്പെടാം. ഊഹാപോഹങ്ങൾ പലതും ഉൾക്കൊള്ളുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത്. പരോപകാരം ചെയ്യുവാനുള്ള മനസ്ഥിതി ഉണ്ടാകുമെങ്കിലും കുടുംബ സംരക്ഷണ ചുമതല മറക്കരുത്. സുതാര്യതയുള്ള സമീപനത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കുന്നതുമായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജ്യോതിഷരുമായി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.